യിലെ അധികാര പോരിലേക്കാണ് പോകുന്നത്. പ്രേക്ഷകർക്കറിയാം, കർണാടകയിൽ കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ രാഹുൽ ഗാന്ധി പറഞ്ഞത് സ്നേഹത്തിൻ്റെ കട തുറക്കുന്നു എന്നായിരുന്നു. മുഹബത്ത് കി ദൂക്കാൻ എന്നാണ് രാഹുൽ ഗാന്ധി കർണാടകയിലെ അധികാരമാറ്റത്തെ വിശേഷിപ്പിച്ചത്. പക്ഷേ ഈ മുഹബത്ത് കി ദൂക്കാനിൽ എല്ലാ ദിവസവും തമ്മിലടിയാണ്. അവിടെ മുഖ്യമന്ത്രി കസേരയ്ക്ക് വേണ്ടി ഇപ്പോൾ സിദ്ധരാമയ്യയും ശിവകുമാറും തമ്മിലുള്ള ചേരിപ്പോര് അതിരൂക്ഷമായിരിക്കുന്നു. ഇപ്പോൾ ഒരു ഒളിയമ്പുമായി DK ശിവകുമാർ എത്തിയിരിക്കുന്നു. ആരാണെങ്കിലും വാക്ക് പാലിക്കാൻ പഠിക്കണം എന്ന ഒരു ഒളിയമ്പാണ് DK ശിവകുമാർ സിദ്ധരാമയ്യക്കെതിരെ ഉയർത്തിയിരിക്കുന്നത്. വാർത്തയുടെ വിശദാംശങ്ങൾ ഡൽഹിയിൽ നിന്ന് എസ് നന്ദഗോപൻ നൽകും. നന്ദൻ, നമുക്കറിയാം ഈ ഫോർമുല എന്ന് പറയുന്നത് 2.5 വർഷം എന്നുള്ളതായിരുന്നല്ലോ. കർണാടകയിൽ അധികാരത്തിൽ ഏറിയ സമയത്ത് തന്നെ DK ശിവകുമാറും സിദ്ധരാമയ്യയും തമ്മിൽ പ്രശ്നം ആരംഭിച്ചു. പിന്നീട് ഡൽഹിയിൽ AICC ആസ്ഥാനത്താണ് ഈ പ്രശ്നപരിഹാരം ഉണ്ടാകുന്നത്. ആദ്യത്തെ 2.5 വർഷം സിദ്ധരാമയ്യയ്ക്ക് നൽകുന്നു, പിന്നീടുള്ള 2.5 വർഷം DKയ്ക്ക് നൽകുന്നു എന്നുള്ളതായിരുന്നു. ഇപ്പോൾ ഈ ഫോർമുല തെറ്റിച്ചത് സിദ്ധരാമയ്യ തന്നെയാണ്. DK ശിവകുമാർ ഒളിയമ്പുമായും അതല്ലാതെ പരസ്യമായും ഒക്കെ ഇതിനകം രംഗത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം എങ്ങനെ ഈ പ്രശ്നം പരിഹരിക്കും നന്ദൻ? ഗൗതം, ഈ തെരഞ്ഞെടുപ്പ് പ്രചരണ ഘട്ടത്തിലെ തന്നെ DK ശിവകുമാറിനെ ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ ഉയർത്തിക്കാട്ടിയായിരുന്നു കോൺഗ്രസിൻ്റെ പ്രചരണം. സിദ്ധരാമയ്യ അപ്പോഴും 2ാം സ്ഥാനത്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ അധികാരം അല്ലെങ്കിൽ സർക്കാർ രൂപീകരണ സമയത്തേക്ക് എത്തിയപ്പോഴേക്കും ഇവർ തമ്മിൽ വീണ്ടും അല്ലെങ്കിൽ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരെത്തുമെന്നുള്ള തർക്കങ്ങളായി. അവിടെ AICC മുന്നോട്ട് വെച്ചൊരു ഫോർമുലയായിരുന്നു 2.5 വർഷം എന്നുള്ളത്. 2.5 വർഷം മെയ് 20 തികയ്ക്കുമ്പോൾ ഈ DK ശിവകുമാർ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തും, സിദ്ധരാമയ്യ ഉപമുഖ്യമന്ത്രിയാകുമെന്നുള്ളതായിരുന്നു പ്രധാനമായും അന്നുണ്ടായിരുന്ന ഒരു ഫോർമുല. അതും വലിയ സുദീർഘമായ ചർച്ചകൾക്കും അതേപോലെ തന്നെ വലിയ പ്രശ്നപരിഹാരങ്ങളൊക്കെ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച നടത്തിയതിന് ശേഷമാണ് ഒടുവിൽ അത്തരം ഒരു 2.5 വർഷം എന്നുള്ളൊരു തീരുമാനത്തിലേക്ക് പോലും എത്താൻ സാധിച്ചത്. ഏതായാലും 2.5 വർഷം മെയ് 20 തികയ്ക്കുന്ന ആ സമയത്ത് തന്നെ DK ശിവകുമാർ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യം മുന്നോട്ട് വെക്കുക, അത് പരസ്യമായി തന്നെ മുന്നോട്ട് വെക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിനു മുമ്പേ തന്നെ AICC നേതൃത്വത്തോട് ഇതുമായി ബന്ധപ്പെട്ട അന്നത്തെ ധാരണ ഓർമ്മിപ്പിക്കുകയുണ്ടായി. രാഹുലിനോട് ഇത് സംബന്ധിച്ചിട്ടുള്ള ചർച്ചകൾ നടത്തുകയുണ്ടായി, KCയുമായി ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തുകയുണ്ടായി. എന്നാൽ ആ സമയങ്ങളിലെല്ലാം തന്നെ AICC നേതൃത്വം ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് DK ശിവകുമാറിൻ്റെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല. ഒടുവിൽ മെയ് 20 ആയപ്പോഴേക്കും പരസ്യമായി തന്നെ DK ശിവകുമാർ രംഗത്തെത്തിയ DK ശിവകുമാറിൻ്റെ സഹോദരൻ DK സുരേഷും ഇതുമായി ബന്ധപ്പെട്ട് സിദ്ധരാമയ്യ വാക്ക് പാലിക്കണമെന്നുള്ള പ്രസ്താവന പരസ്യമായി നടത്തുകയുണ്ടായി. പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട ചില പ്രശ്നപരിഹാരങ്ങൾക്കായിട്ട് ഇരു വിഭാഗങ്ങളുടെയും ചില അല്ലെങ്കിൽ DK ശിവകുമാറിനൊപ്പം നിൽക്കുന്നതും സിദ്ധരാമയ്യക്കൊപ്പം നിൽക്കുന്നതുമായിട്ടുള്ള ചില MLAമാർ AICC ആസ്ഥാനത്തെത്തി. ഇരു നേതാക്കളുടെയും വാദമുഖങ്ങൾ അവർ കൂടുതലായി ഉന്നയിച്ചു. എന്നാൽ ഈ വിഷയങ്ങളിലൊന്നും തന്നെ പ്രശ്നപരിഹാരമായില്ല. പിന്നീട് സുദീർഘമായ ചർച്ചകൾക്കൊടുവിലാണ് താൽക്കാലികമായൊരു വെടിനിർത്തൽ ഉണ്ടായത്. ആ വെടിനിർത്തൽ എന്ന് പറയുന്നത് പരസ്യമായി നേതാക്കൾ മാധ്യമങ്ങളിലൂടെ പ്രതികരിക്കരുത് എന്നുള്ളതാണ്. എന്നാൽ ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ഒളിയമ്പുമായി DK ശിവകുമാർ തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ്. DK ശിവകുമാർ സിദ്ധരാമയ്യ വാക്ക് പാലിക്കണമെന്നുള്ള അത്തരത്തിലൊരു ട്വീറ്റാണ് ഇന്നിപ്പോൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിൽ പ്രധാനമായും വാക്കാണ് ശക്തി, വാക്കാണ് ലോകത്തിൻ്റെ യഥാർത്ഥ ശക്തി എന്നുള്ളതാണ് ഈ DK ശിവകുമാർ ഓർമ്മിപ്പിക്കുന്നത്. ആര് വാക്ക് പറഞ്ഞാലും, അത് ജഡ്ജി ആണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും താനാണെങ്കിലും വാക്ക് പറഞ്ഞാൽ അത് പാലിക്കണം, ആ വഴിയെ നടക്കണം എന്നുള്ളതാണ് DK ശിവകുമാർ ചൂണ്ടിക്കാണിക്കുന്നത്. ആരുടെയും പേര് ഈ പോസ്റ്റിൽ ഉദ്ധരിക്കുന്നില്ലെങ്കിലും ഈ ഒളിയമ്പെത്തുന്നത് അത് കൃത്യമായി തന്നെ സിദ്ധരാമയ്യ തന്നെയാണ്. സിദ്ധരാമയ്യയിലേക്കും കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വത്തിനുമെതിരെയാണ് ഈ പരാമർശം വരുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പോൾ സിദ്ധരാമയ്യ പറയുന്നത് 3 വർഷം എന്ന നിലയിലേക്ക് ഈ ഫോർമുല മാറ്റാമെന്നുള്ളതാണ്. അതായത് താൻ 2.5 വർഷം പൂർത്തീകരിച്ചിരിക്കുന്നു, ഇനിയുള്ളൊരു 1/2 വർഷക്കാലം കൂടി താൻ മുഖ്യമന്ത്രി കസേരയിൽ ഇരുന്നതിന് ശേഷം DKയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വിട്ടു നൽകാമെന്നാണല്ലോ ഇപ്പോൾ സിദ്ധരാമയ്യ പറയുന്നത്. അതിനോട് DK വിഭാഗത്തിൻ്റെയും അദ്ദേഹത്തെ അനുകൂലിക്കുന്ന MLAമാരുടെയും പ്രതികരണം എങ്ങനെയാണെന്നത്? അടുത്ത മെയ് 20-നാണ് 3 വർഷം തികയ്ക്കുന്നത്. 3 വർഷം തികയ്ക്കാൻ തനിക്ക് അവസരം നൽകണമെന്നുള്ളതാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സിദ്ധരാമയ്യ AICC നേതൃത്വത്തിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ ഇന്നിപ്പോൾ ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ ഡൽഹിയിൽ നടക്കുന്നുണ്ട്. ഈ ചർച്ചയിൽ ഏത് തരത്തിലുള്ള ഫോർമുല ഉരുത്തിരിയുമെന്നുള്ളതാണ്. ഈ 2.5 വർഷം എന്നുള്ളത് നേരത്തെ തന്നെ AICC നേതൃത്വം ഹൈക്കമാൻഡ് തന്നെ അംഗീകരിച്ച ഫോർമുലയാണ്. അല്ലെങ്കിൽ ഈ സംഘടനാ ചുമതലയുള്ള AICCയുടെ സംഘടനാ ചുമതലയുള്ള KC വേണുഗോപാൽ തന്നെ അല്ലെങ്കിൽ KC വേണുഗോപാൽ മുൻകൈയെടുത്ത് ഇത്തരമൊരു ഫോർമുല
രൂപീകരിച്ചപ്പോൾ അത് പാലിക്കാൻ തയ്യാറാകണമെന്നുള്ള പോസ്റ്റ് ഇന്ന് ഈ ഒരു സന്ദർഭത്തിൽ കൃത്യമായി ഇന്ന് ഈ യോഗം നടക്കുന്ന ഈ ഒരു സന്ദർഭത്തിൽ തന്നെ DK ശിവകുമാർ ആ ഒരു ട്വീറ്റ് ചെയ്യണമെങ്കിൽ സ്വാഭാവികമായും ഈ 3 വർഷം എന്നുള്ള കാര്യത്തിൽ കൃത്യമായ എതിർപ്പ് DK ശിവകുമാറിനൊപ്പം നിൽക്കുന്ന MLA-മാർക്കും ഉണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുമായി ബന്ധപ്പെട്ട് ഏത് തരത്തിലുള്ള ചർച്ചകൾ ഇന്നിപ്പോൾ AICC നേതൃത്വത്തിന് പരിഹാരം കാണാൻ കഴിയുമെന്നുള്ളത് അത് AICC നേതൃത്വത്തെ സംബന്ധിച്ചിടത്തോളം അതൊരു ബാലികേറ മലയായി തുടരുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. പ്രത്യേകിച്ച് പലതവണ ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്തി കഴിഞ്ഞു. എന്നാൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചകൾക്കുമില്ല എന്നുള്ളതാണ് സിദ്ധരാമയ്യ വിഭാഗവും DK ശിവകുമാറും വ്യക്തമാക്കുന്നത്. വിട്ടുവീഴ്ചയില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ BJP ഉന്നയിക്കുന്നത് പ്രധാനമായും കർണാടകയിലെ ഭരണസ്തംഭനം തന്നെയാണ്. കർണാടകയിൽ ഇത്തരം അധികാര തർക്കം പല മേഖലകളിലേക്കും എത്തി, വകുപ്പുകളിലേക്ക് എത്തി. ഈ വകുപ്പുകളിലേക്ക് എത്തിയത് മൂലം അവിടെ വലിയ ഭരണസ്തംഭനം ഉണ്ടാകുന്നു എന്നുള്ളതാണ് BJP ചൂണ്ടിക്കാണിക്കുന്നത്. BJP പ്രത്യക്ഷ സമരത്തിലേക്ക് ഇപ്പോൾ കർണാടകയിൽ നീങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തകർ റോഡിൽ തെരുവിലിറങ്ങി ഇവരുടെ അധികാര തർക്കം മൂലം ഭരണസ്തംഭനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇരു വകുപ്പുകൾ തമ്മിലുള്ള ഏകോപന ഇല്ലായ്മ അടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള ഒരു സമരത്തിലേക്കും BJP കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം തന്നെ ഇന്നിപ്പോൾ ഹൈക്കമാൻഡ് നേതൃത്വത്തിൽ ചർച്ച നടത്തുമ്പോൾ ഏത് തരത്തിൽ ഏതെങ്കിലും നേതാക്കൾ വിട്ടുവീഴ്ച നടത്തുമോ എന്നുള്ളത് വളരെ കൗതുകമായി നോക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് DK ശിവകുമാർ ഇനി ഒരു തരത്തിലും 2.5 വർഷം എന്നുള്ള ഫോർമുല തെരഞ്ഞെടുപ്പിന് മുന്നേ തന്നെ അംഗീകരിച്ചതാണ്. തെരഞ്ഞെടുപ്പിന് ശേഷവും അത്തരമൊരു ഫോർമുലയുമായി മുന്നോട്ട് വന്നപ്പോൾ അതും AICC നേതൃത്വം കൃത്യമായി അംഗീകരിച്ചതാണ്. ഇത്തരമൊരു സാഹചര്യത്തിൽ കർണാടകയിൽ വലിയ തോതിലുള്ള ഭരണസ്തംഭനത്തിലേക്ക് കാര്യങ്ങൾ പോകുകയാണ്. കോൺഗ്രസിനാകെ നമ്മുടെ രാജ്യത്ത് 3 സംസ്ഥാനങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ ഭരണമുള്ളത്. അത് ദക്ഷിണ ഭാരതത്തിലെ കർണാടകയും തെലങ്കാനയും മറ്റൊന്ന് അങ്ങ് ഉത്തര ഭാരതത്തിലെ ഹിമാചൽ പ്രദേശുമാണ്. നോക്കൂ, ഒരു പാർട്ടിക്ക് ഇനിയും ശേഷിക്കുന്നത് 3 സംസ്ഥാനങ്ങളിൽ ഭരണം മാത്രം. ആ 3ഇടത്തും തമ്മിലിടിയും പ്രശ്നങ്ങളുമാണ്. കർണാടകയിൽ അതിസങ്കീർണമാണ് സാഹചര്യം. ഭരണസ്തംഭനം എന്ന കർണാടകയിൽ മുഖ്യ പ്രതിപക്ഷമായ BJP വിഷയത്തെ ഉയർത്തിപ്പിടിച്ച് ആരോപണം ഉന്നയിക്കുകയാണ്. കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ഈ വിഷയം എങ്ങനെയെങ്കിലും പരിഹരിക്കാനുള്ള ശ്രമം നടത്തുന്നതിനിടയിലാണ് ഇപ്പോൾ DK ശിവകുമാർ സിദ്ധരാമയ്യക്കെതിരെ വാക്ക് പാലിക്കണം, അതാണ് നിലപാട് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒരു ഒളിയമ്പ് കൂടി നടത്തുന്നത്. S നന്ദഗോപനാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേർന്നത്.